കുറ്റവാസനയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ സഹപാഠികളെ നിഷ്ഠൂരമായി മർദ്ദിക്കാനും ഉപദ്രവിക്കാനും കഴിയൂ. കോട്ടയത്ത് മാത്രമല്ല, സംസ്ഥാനത്തെ പല ക്യാമ്പസുകളിൽ നിന്നും റാഗിംഗ് പരാതികൾ ഉയരുന്നുണ്ട്. കണ്ണൂരിൽ +1 വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റത് റാഗിങ്ങിൻ്റെ പേരിലെന്നാണ് പരാതി. കൊളവല്ലൂർ PR മെമ്മോറിയൽ സ്കൂളിലെ +1 വിദ്യാർത്ഥിയെ നിലത്തിട്ട് ചവിട്ടുകയും ഇടത് കൈ ചവിട്ടി ഒടിക്കുകയും ചെയ്തു. അതേസമയം റാഗിംഗ് അല്ല നടന്നതെന്നും വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം പതിവാണെന്നും അധ്യാപകർ പറയുന്നു. തിരുവനന്തപുരം പാറശാല CSI ലോ കോളേജിലും കാര്യവട്ടം സർക്കാർ കോളേജിലും മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ റാഗിംഗ് പരാതി നൽകിയിട്ടുണ്ട്. കണ്ണൂർ കൊളവല്ലൂർ PR മെമ്മോറിയൽ സ്കൂളിലാണ് +1 വിദ്യാർത്ഥി ക്രൂരമായ റാഗിങ്ങിന് ഇരയായതായി പരാതിയുള്ളത്. വിദ്യാർത്ഥിയെ നിലത്തിട്ട് ചവിട്ടുകയും ഇടതുകൈ ചവിട്ടി ഒടിക്കുകയും ചെയ്തു. തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിദ്യാർത്ഥിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. സംഭവത്തിൽ ആദ്യം സ്കൂൾ പ്രിൻസിപ്പലിന് നൽകിയ പരാതി പിന്നീട് പോലീസിന് കൈമാറുകയായിരുന്നു. വെള്ളം കുടിക്കാൻ പോയപ്പോൾ നോട്ടം ശരിയല്ലെന്ന് പറഞ്ഞാണ് സീനിയറായ 5 വിദ്യാർത്ഥികൾ +1 വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. മുൻപും ആക്രമിച്ചിരുന്നതായി വിദ്യാർത്ഥി പറയുന്നു. വെള്ളം കുടിക്കാൻ പോയ എൻ്റെ നോട്ട് ശരിയില്ലാവാൻ വേണ്ടി ഒരു 5 കൂട്ടാൾക്കാർ അടിച്ചു. നിലത്തിട്ട് ചേട്ടി കൈ പിടിച്ചു. മുമ്പ് വിളിച്ചു നോട്ട് ശരിയില്ല, റെസ്പെക്ട് ചെയ്യാൻ പഠിക്കാനും അത് ചേട്ടി നിലത്തിട്ട് ചേട്ടിയാണ് 2 കൂട്ടി. വിദ്യാർത്ഥിയുടെയും രക്ഷിതാക്കളുടെയും മൊഴി പോലീസ് ശേഖരിച്ചു. റാഗിംഗ് അല്ല നടന്നതെന്നും മർദ്ദിച്ചവർ സ്ഥിരം പ്രശ്നക്കാരാണെന്നുമാണ് സ്കൂൾ അധ്യാപകർ പറയുന്നത്. തിരുവനന്തപുരം പാറശാലയിലും റാഗിംഗ് പരാതി ലഭിച്ചിട്ടുണ്ട്. CSI ലോ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റതിൽ 4 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. നെടുമങ്ങാട് സ്വദേശിക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ ബെനോ, ബിജിൻ, ശ്രീജിത്ത്, അഖിൽ എന്നിവർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അതിക്രൂരമായ മർദ്ദനം അവൻ്റെ സീനിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവൻ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നുള്ളൊരു റീസൺ വെച്ചിട്ടായിരുന്നു ഈ റാഗിങ് നടപടി. ഒരു 4 വിദ്യാർത്ഥികളാണ് അവനെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ഏകദേശം ഒരു 10-15ഓളം പേര് കൂടെ ഇവനെ മർദ്ദിക്കുന്നതിനുണ്ടായിരുന്നു. വളരെ ബ്രൂട്ടലായിട്ടുള്ള പീഡനങ്ങളാണ് അവൻ ഏറ്റുവാങ്ങേണ്ടി വന്നത്. കാര്യവട്ടം സർക്കാർ കോളേജിൽ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനമേറ്റതായാണ് പരാതി. 1ാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥി ബിൻസ് ജോസ്, ബയോകെമിസ്ട്രി വിദ്യാർത്ഥി അഭിഷേക് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. അഭിഷേകിന്റെ പരാതിയിൽ കഴക്കൂട്ടം പോലീസ് കേസെടുത്തു. മർദ്ദനമേറ്റവർ റാഗിംഗ് പീഡനം ആരോപിച്ച് കോളേജ് പ്രിൻസിപ്പലിനും പരാതി നൽകിയിട്ടുണ്ട്. റാഗിംഗ് നടന്നോ എന്നത് സംബന്ധിച്ച് പ്രിൻസിപ്പലിൽ നിന്ന് വിവരം തേടുമെന്ന് കഴക്കൂട്ടം പോലീസ് അറിയിച്ചു. അതേസമയം പാങ്ങാപ്പാറ ഹെൽത്ത് സെന്ററിൽ വെച്ച് അഭിഷേകും പിതാവും തന്നെ ആക്രമിച്ചതായി കാട്ടി മറ്റൊരു വിദ്യാർത്ഥിയും കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, News 18.